ഭീഷ്മശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ബാലചന്ദ്രനാണെങ്കിൽ അനൂപിനെയും കൂട്ടിക്കൊണ്ട് തിരികെ നാട്ടിലെത്തുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഇവരിങ്ങനെ കാറിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോപാലകൃഷ്ണനാണെങ്കിൽ ആ റോഡിലൂടെ ഇങ്ങനെ എതിരെ നടന്ന് വരുന്നുണ്ട്. അന്നേരം നിൻ്റെ അച്ഛനല്ലേടാ വരുന്നത് എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. തുടർന്ന് വണ്ടി കൊണ്ടുവന്ന് നിർത്തുകയാണ് ഗോപാലകൃഷ്ണൻ്റെ. പക്ഷേ ഗോപാലകൃഷ്ണൻ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടക്കുമ്പോൾ ബാലേന്ദ്രൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അളിയ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണ്. അനൂപിനോട് പറയുന്നുണ്ട്, ഞാൻ കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടാക്കി തരാമെന്ന്. അന്നേരം എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ അളിയന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യം പറയാനാണ്. അത് അളിയൻ കേട്ടേ മതിയാവൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ അനൂപ് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുതിർന്ന അച്ഛനായിട്ട് പിന്നെ അളിയനും കൂടി വരണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഗോപാലകൃഷ്ണൻ ഇങ്ങനെ കാറിലേക്ക് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അപ്പോൾ അച്ഛനും കൂടി വേണം, അച്ഛനും കൂടി വരുന്നതാണല്ലോ അതിൻ്റെ രീതി എന്ന് പറയുമ്പോൾ, അപ്പോൾ അതിന് അച്ഛനെ വേണം. എന്നിട്ട് ഈ അച്ഛനെ കണ്ടിട്ട് അവൻ കാറിൽ നിന്ന് ഒന്ന് ഇറങ്ങിയില്ലല്ലോ എന്ന് ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്. അന്നേരം എങ്ങനെ ഇറങ്ങും? പിന്നെ അവൻ്റെ അമ്മയോടും അവനോടും കാണിച്ചത് അങ്ങനെയല്ലേ, നാട് നീളെ നടന്ന് സംബന്ധം ചെയ്യും, എന്നിട്ട് മക്കൾക്ക് യാതൊരു ഉപകാരവുമില്ല. അവൻ്റെ അമ്മ മരിച്ചിട്ടൊന്ന് തിരിഞ്ഞ് നോക്കുകയെങ്കിലും ചെയ്തോ, അതിൻ്റെ വിഷമത്തിൽ അവനെ ഒന്ന് വിളിച്ച് ആശ്വസിപ്പിക്കുകയെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ വിഷമത്തിലായിരിക്കും ഇപ്പോൾ അവൻ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്. അന്നേരം അനൂപ് ഡോറ് തുറന്ന് ഇറങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷേ ഗോപാലകൃഷ്ണൻ്റെ മുഖത്തേക്ക് മുഖം കൊടുക്കുന്നില്ല. അന്നേരം അളിയൻ വേറെ മുട്ടാമ്പോക്ക് ന്യായം പറഞ്ഞ് വെറുതെ ഉള്ള വില കൂടി കളയരുത്. ഇപ്പോൾ അളിയൻ വന്നില്ല എന്ന് കരുതി അവൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കാനായിട്ട് അളിയൻ വേണം എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിനൊക്കെ ഒരു പേക്കോലമായിട്ട് അച്ഛനായിട്ട് മുന്നിൽ നിർത്തണമല്ലേ എന്ന് ചോദിക്കുക. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അപ്പോൾ പേക്കോലമാണെന്നുള്ളത് സമ്മതിച്ചല്ലോ, ഇങ്ങനെ നാട് നീളെ സംബന്ധം നടത്തിയിട്ട് അവർ ഭാര്യമാർക്കോ മക്കൾക്കോ നിങ്ങളെ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല, എന്നിട്ട് മകൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു കാര്യം നടക്കുമ്പോൾ പിന്നെ അതിന് പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞൊരു മുട്ടാപ്പോക്ക് അവസാനം അങ്ങനെ ആലോചിച്ച് പിന്നെ വിഷമിക്കേണ്ടി വരുത്. ഇങ്ങനെ അമ്പലം മോളും നടന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്ത് നേടാനാണ്? മക്കൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടേ? അതുകൊണ്ടുള്ള സ്ഥാനം അളിയൻ കാത്തു സൂക്ഷിക്കാൻ വേണ്ടത് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി വരുന്നതും വരാതിരിക്കുന്നതൊക്കെ അളിയൻ്റെ ഇഷ്ടമാണ് എന്നിങ്ങനെ ബാലേന്ദ്രനാണെങ്കിൽ അങ്ങ് മുഷിഞ്ഞങ്ങ് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ സമ്മതിക്കുന്നുണ്ട്. തുടർന്ന് അനൂപിനെയും ബാലേന്ദ്രനെയും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സീൻ അത്രേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഗോപാലകൃഷ്ണനാണെങ്കിൽ ഇവരോടൊപ്പം പോവുമായിരിക്കും നൂർജഹാൻ്റെ വീട്ടിലേക്ക് സുബൈറുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട്. ഇതേ സമയം വിഷ്ണുവും കമലിനും കൂടി ആ സാബു സാറ് പറഞ്ഞതനുസരിച്ച് സിവിൽ സ്റ്റേഷനിലേക്ക് ആ ഒരു ഓഫീസറെ കാണാനായിട്ട് വരുന്നുണ്ട്. അന്നേരം കമലിനോട് പറയുന്നുണ്ട്, ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഓട്ടോസുമായിട്ട് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞു നിൽക്കാമെന്ന് ഇങ്ങനെ കമലൻ പറയുന്നുണ്ട്. തുടർന്ന് അടുത്ത് ആദ്യം കണ്ട ഒരാളിനോട് രമേശൻ സാർ എവിടെയാണെന്ന് ചോദിച്ച് അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം ഞാൻ സാബു സാറ് വന്നിട്ട് പറഞ്ഞിട്ട് വന്നതാണെന്ന് ഇങ്ങനെ ഈ രമേശൻ സാറിനോട് വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം സാബു സാറും ചോദിക്കുമ്പോൾ അത് KPT കമ്പനിയുടെ ചെയർമാൻ എന്ന് പറയുമ്പോൾ വിഷ്ണു അല്ലേ, എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇതൊരു താൽക്കാലിക വേക്കൻസിയാണ്, ഉത്തരവാദിത്വ ബോധം കൂടുതൽ വേണം, പിന്നെ അച്ചടക്കവും വേണം, നമ്മളെ ഭരിക്കേണ്ട ഉദ്യോഗസ്ഥരെയാണ് കൃത്യമായിട്ട് കൊണ്ടുപോവുകയും കൊണ്ടുവരേണ്ടതൊക്കെ വേണ്ടത്, ആ ഒരു പിന്നെ അച്ചടക്കവും ആ ഒരു ബഹുമാനവും ഒക്കെ ഉണ്ടാകണം, പിന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റാണ് വേണ്ടത്, അതെനിക്ക് സാബു സാറാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞാനങ്ങോട്ട് വിശ്വസിക്കുകയാണ്, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്നിങ്ങനെ പറഞ്ഞിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ കൊണ്ടുവരാനായിട്ട് പറഞ്ഞിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. അതിന് വിഷ്ണു പോക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ യൂണിഫോം എൻ്റെ പൈസ ഞാൻ ശമ്പളത്തിൽ നിന്ന് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു യൂണിഫോം അടങ്ങുന്ന ഒരു കവറാണെങ്കിൽ ഈ രമേശൻ സാറ് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചാവി കൊടുക്കുകയാണ്. എന്നിട്ട് വണ്ടി പുറത്ത് കിടപ്പുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. ശരിയായിട്ട് കയറിക്കോളൂ എന്ന് പറയുമ്പോൾ വിഷ്ണു അത് വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. അന്നേരം ഈ ഫോട്ടോ ഈ രമേശൻ സാറ് നോക്കിയിട്ട് വിഷ്ണു എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് വിഷ്ണു കമലിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എന്തായി ആശയം ചോദിക്കുകയാണ്. അന്നേരം താക്കോലിങ്ങനെ കാണിച്ചിട്ട് സർക്കാർ വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടോ, എനിക്കിടാനുള്ള യൂണിഫോമാണ് എന്ന് പറഞ്ഞിട്ട് അത് കാണിക്കുന്നുണ്ട്. അന്നേരം അപ്പോൾ കിട്ടിയല്ലേ, പിന്നെ കിട്ടാതെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് പിന്നെ KPT ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം യൂണിഫോം കാണുമ്പോൾ വെള്ളയോ ആശാനെ, ഇത് ചളമാകും ചളി പുരളും എന്നൊക്കെ പറയുമ്പോൾ പോടാന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുകയാണ്, ഞാൻ വാഹനം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എവിടെയോ ഉണ്ട്, ഞാനിതൊന്ന് അൺലോക്ക് ആക്കാം, നീ വണ്ടി ഏതാണെന്നൊന്നുകൂടി ശ്രദ്ധിച്ചെന്ന് പറയുന്നുണ്ട്. അന്നേരം കമലിനാണെങ്കിൽ ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ വിഷ്ണു ആണെങ്കിൽ കീഴിലെ വണ്ടി ഇങ്ങനെ അൺലോക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ മുകളിലെ ലൈറ്റ് മാത്രമേ കമലിന് ആദ്യം കാണുന്നുള്ളൂ. അവിടെയാണ് ആശാനെന്നും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് ചെല്ലുകയാണ്. ചെല്ലുമ്പോൾ കാണുന്നത് ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ച വണ്ടി. അന്നേരം എടാ എന്നിങ്ങനെ വിഷ്ണു വിളിക്കുകയാണ്. അന്നേരം ഒന്നുകൂടി വിഷ്ണു ഇങ്ങനെ ലോക്ക് ആക്കുമ്പോൾ എടാ അത് തന്നെ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം ഇത് ചളമാകും പണിയാകും എന്നിങ്ങനെ കമലിനും പറയുകയാണ്. എന്നിട്ട് വിഷ്ണു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, തലേ ദിവസം ശാലിനിയോട് പറഞ്ഞത് ഞാനൊരു ചൂണ്ട എറിഞ്ഞിട്ടുണ്ട് കിട്ടിയാൽ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എന്താണെന്ന് പറ വിഷ്ണുവേട്ടാന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശേഷം
സ്ക്രീനിൽ വെള്ളിത്തിരയിൽ എന്നിങ്ങനെ വിഷ്ണു പറയുന്ന ഓർമ്മിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിന് ആദ്യം ചിരിയും വരുന്നുണ്ട്, ഒരു പിന്നെ സന്തോഷമൊക്കെ വരികയാണ്. വിഷ്ണു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ ഉള്ളൂ. ഇതേ സമയം അവിടെ കുടുംബശ്രീ വീട്ടിലാണെങ്കിൽ ശാലിനി നോക്കാനായിട്ട് ഡോക്ടർ എത്തുന്നുണ്ട്. അന്നേരം പരിശോധിച്ചതിനൊക്കെ ശേഷം മോളാണല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാരദാമ്മയും ശാലിനിയുണ്ട്. അതേ മൂത്ത ആളാണെന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട് ആള് വിദേശത്താണ്, സ്ഥലത്തില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ ആളെ വിളിച്ച് സന്തോഷ വാർത്ത പറഞ്ഞോളൂ, ഷീസ് പ്രഗ്നൻ്റ് എന്ന് പറയുകയാണ്. അന്നേരം ശാലിനിക്കും ശാരദാമ്മയ്ക്കും ഒക്കെ സന്തോഷമാവുന്നുണ്ട്. ശാലിനി ആണെങ്കിൽ പിന്നെ ശാരികയെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. ശാരദാമ്മ പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ മോളുടെ സങ്കടമൊക്കെ ദൈവം കാണും, മോൾക്കൊരു കുഞ്ഞ് വരുമ്പോൾ ഓമനിക്കാനും ലാളിക്കാനും ഒരേയൊക്കെ കുഞ്ഞ് വരുമ്പോൾ ഈ സങ്കടങ്ങളൊക്കെ മാറും എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് ഡോക്ടറാണെങ്കിൽ കുറച്ച് മരുന്നൊക്കെ കുറിച്ച് കൊടുക്കുന്നുണ്ട്. ഇന്ന് തന്നെ വാങ്ങണം, ഇത് കഴിച്ചു തുടങ്ങണം, പിന്നെ ഒരു തവണ അബോർഷൻ ആയതുകൊണ്ട് 2 ആഴ്ചയെങ്കിലും തുടർച്ചയായിട്ട് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താവശ്യം ഉണ്ടെങ്കിലും ഏത് പാതിരാത്രിയിൽ എന്നെ വിളിക്കണം, ഫോർമാലിറ്റീസ് നോക്കരുത്, ഞാൻ ഉടനെ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഇറങ്ങുമ്പോൾ ശാലിനി ഡോക്ടറെ പറഞ്ഞു വിടാനായിട്ട് പോകുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ശാരദാമ്മയാണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട് ശാരികയോട്, രാജീവിന് ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമാകും, നിന്നെ ഉപേക്ഷിച്ച് പോയവരൊക്കെ നിൻ്റെ പിന്നാലെ വരും, ഇതിന് അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ രാജീവേട്ടൻ്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയില്ലേ, അമ്മയും അമ്മാവനും ഒക്കെ പറയുന്നത് തന്നെയാണ് വേദവാക്യം എന്ന് പറയുമ്പോൾ അത് ആ ഒരു സ്നേഹം നിന്നോടും നിൻ്റെ കുഞ്ഞിനോട് മാത്രമുള്ളതും ആക്കി എടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശരിക്ക് വിഷമമൊക്കെ വരുന്നുണ്ട്. ശരിയാണെങ്കിൽ ശാരദാമ്മയുടെ മടിയിലേക്ക് ഇങ്ങനെ തലവെച്ച് കിടക്കുകയാണ്. എത്ര നാളായി ഞാൻ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നിട്ട്, ഞാൻ കുറച്ചു നേരം ഇങ്ങനെ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ശാരി അങ്ങ് കണ്ണടയ്ക്കുന്നുണ്ട്. അന്നേരം ശാലിനി തിരിച്ചു വരുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ ശാലിനി നോക്കുകയാണ്. ആ ഒരു വിഷമം, ആ ഒരു രാജീവൊന്നും അടുത്തില്ലാത്ത ഒരു വിഷമമുണ്ട്. ശാരദാമ്മ മനസ്സിൽ കരുതുന്നുണ്ട് രാജീവിനെ വരുത്തണം, കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീരുമാനിക്കണം, ഇനിയൊരു ശാരദ കൂടി ഈ വീട്ടിൽ വേണ്ട എന്നിങ്ങനെ ശാരദാമ്മ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ കമലിനാണെങ്കിൽ ആകെ ഇങ്ങോട്ട് കൺഫ്യൂഷനിലാണ്. വിഷ്ണുവോട് പറയുന്നുണ്ട് ആശാൻ ഇത് ശരിയാവത്തില്ല, ആശാനൊരു ആണല്ലേ, അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ഡ്രൈവർ വേഷത്തിൽ, അതും സ്വന്തം ഭാര്യയുടെ മുന്നിൽ, അതൊന്നും ശരിയാവില്ല എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു വയ്ക്കാനിട ഏത് ജോലിക്കും അതിൻ്റേതായ ഒരു മാന്യതയുണ്ട്, അത് ശാലിനി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, പിന്നെ എന്താ പ്രശ്നമെന്ന് പറയുമ്പോൾ അതൊന്നും ശരിയാവില്ല ആണെങ്കിൽ ഞാനാണെങ്കിൽ ആ പഴയ ഒരു ആരാധനയൊക്കെ കൊണ്ട് നടക്കുകയാണ്, ആശാൻ്റെ വിശ്വരൂപം അങ്ങനെയൊക്കെ ആയിട്ട്, അപ്പോൾ ആശാനാണെങ്കിൽ ഒരു ഭാര്യയുടെ മുന്നിൽ ഡ്രൈവറായിട്ട് അതൊന്നും പറ്റില്ല എന്നിങ്ങനെ കമലം പറയുമ്പോൾ വിഷ്ണുവാണെങ്കിൽ കമലിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു തരത്തിലും കമലിനെ അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. അന്നേരം വിഷ്ണുവിന് തല്ലാനുള്ള ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു സങ്കടം, കമലിന് സങ്കടമാണ് തൻ്റെ ആശാനാണെങ്കിൽ ഇങ്ങനെ ഭാര്യയുടെ ഡ്രൈവറായിട്ട് പോകുന്നതിലുള്ള, അത് വിഷ്ണുവിന് മനസ്സിലാവുന്നുണ്ട്. അന്നേരം ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല, ഏത് ജോലിക്കും അതിൻ്റേതായ മാന്യതയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളാണെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു ടൂർ പോവുകയാണ്, അപ്പോൾ ഭർത്താവല്ലേ വണ്ടി ഓട്ടിക്കുന്നത്, അപ്പോൾ ഡ്രൈവറായിട്ടാണോ പോകുന്നത്? അല്ലല്ലോ. പിന്നെ ഏതെല്ലാം പോലീസ് സ്റ്റേഷനിൽ തന്നെ ഭാര്യയാണെങ്കിൽ SI ആയിരിക്കുമ്പോൾ ഭർത്താവ് പോലീസ് സാധാ കോൺസ്റ്റബിൾ ആയിട്ടൊക്കെ ഉണ്ട്, അതൊന്നും അവരുടെ ജീവിതത്തെ ഒന്നും ബാധിക്കില്ല, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അവനാണെങ്കിൽ കമലിനാണെങ്കിൽ ഒരു രസമില്ല, ആകെ വിഷമമാണ് ഇങ്ങനെ. എന്നാലും ആശാൻ ഡ്രൈവറായിട്ട് എന്ന് പറഞ്ഞ് അംഗീകരിക്കാനേ പറ്റുന്നില്ല കമലിനാണെങ്കിൽ. തുടർന്ന് പറയുന്നുണ്ട് ഇതിപ്പോൾ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ കൂടെ അല്ലല്ലോ ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സ്വന്തം ഭാര്യയുടെ, എൻ്റെ പെണ്ണിൻ്റെ മുഖമല്ലേ, അതിങ്ങനെ ആ ഒരു ഫ്രണ്ട് മിററിൽ കൂടി എനിക്കിങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാമല്ലോ, ആ ഒരു സുഖം വേറെ തന്നെയാണ്. പിന്നെ അവളുടെ പവർ കളക്ടർ ഓഫീസിലെത്തുമ്പോൾ അവളുടെ പവറായിരിക്കും, പക്ഷേ വീട്ടിലെത്തുമ്പോൾ ഞാനല്ലേ ഭർത്താവ്, അതിൻ്റെ ഒരു ഗമ ഞാൻ കാണിക്കും, 2 വഴക്കെങ്കിലും പറയാം, വരച്ച വരയിൽ എനിക്ക് നിർത്തുകയും ചെയ്യാം, ആ ഒരു പവർ എവിടെ കിട്ടുവിടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ ആശാൻ്റെ മനസ്സിലെ പ്രണയം ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ കൊച്ചു കള്ളെന്ന് പറഞ്ഞിട്ട് കമലിനങ്ങ് സെറ്റ് ആവുന്നുണ്ട് വിഷ്ണു അതൊക്കെ പറയുമ്പോൾ. അപ്പോൾ അങ്ങനെയാണല്ലേ എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് അവളോടുള്ള പ്രണയമാണെങ്കിൽ എനിക്ക് ഒരിക്കലും അവസാനിക്കില്ല, അതിനൊരു അളവുകോൽ ഇന്നേ വരെ ഉണ്ടാക്കിയിട്ടുമില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ ആശാൻ പിന്നെ തകർക്ക് നീന് പറയുകയാണ്. അന്നേരം അപ്പോൾ നീ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ ഹാപ്പി, ആശാന് ഹാപ്പി എന്ന് പറയുമ്പോൾ, പക്ഷേ അങ്ങനെ പറയാനായിട്ട് വരട്ടെ, ഈ ഒരു വിശ്വരൂപം ശാലിനി കണ്ടിട്ടില്ലല്ലോ, അത് ചെന്ന് എങ്ങനെ അവതരിപ്പിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, അതൊന്ന് ആ കടമ്പ എങ്ങനെ മറികടക്കുമെന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ്. എങ്കിൽ പിന്നെ ആശാൻ ഐശ്വര്യമായിട്ട് ചെല്ലുമെന്ന് പറയുന്നുണ്ട്. വിഷ്ണു വണ്ടിയിലേക്ക് കയറാനായിട്ട് തുടങ്ങുമ്പോൾ യൂണിഫോം എടുത്തില്ല എന്ന് പറഞ്ഞ് കമലിൻ്റെ അടുത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ ആണെങ്കിൽ വിഷ്ണു ആണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ ഇതിന് പോകുകയല്ലേ, അപ്പോൾ എൻ്റെ ഓട്ടോശ്രീ മോളെ നിന്നെ ഏൽപ്പിക്കുകയാണെന്ന് പറയുമ്പോൾ ശരിക്കും എന്നിങ്ങനെ കമലൻ ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ ഉത്തരവിനൊരു തീരുമാനം ഉണ്ടാകുന്നവരെ ഇതിൻ്റെ ഉത്തരവാദിത്വം നിനക്കാണ്, പൊന്നുപോലെ നോക്കണമെന്ന് പറയുമ്പോൾ അത് ശരിയാശാനെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഓട്ടോയുടെ താക്കോല് കമലിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അത് 2 കൈ നീട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് അതിൽ മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ നോക്കിക്കോളാം ആശാനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിഷ്ണു പിന്നെ വണ്ടി എടുക്കുന്നത്. തുടർന്ന് വിഷ്ണു വണ്ടിയിലേക്ക് ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നിട്ട്
അപ്പോൾ വിഷ്ണുവിൻ്റെ പുതിയ വിശ്വരൂപമാണ് കാത്തോളനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലൊരു കലക്ക് ഞാൻ കലക്കും എന്നൊക്കെ പറഞ്ഞ് വണ്ടി എടുക്കുന്നുണ്ട്. ആ ഫോർക്ക് ലാമ്പൊക്കെ അങ്ങോട്ട് ഇടുമ്പോൾ കമലിനങ്ങ് അപ്പോൾ ആകെ സന്തോഷമാണ്, ആദ്യം വിഷമമായെങ്കിൽ. തുടർന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് വിഷ്ണു വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അതിന് വണ്ടി എടുക്കുന്നതിന് മുന്നേ അനുപല്ലവി ഫോൺ വിളിക്കുന്നുണ്ട്. അന്നേരം പുതിയ ഡ്രൈവർ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് പറയുന്നുണ്ട്. അന്നേരം മാഡത്തെ വിളിക്കാനായിട്ട് പോകണം, എത്രയും പെട്ടെന്ന് എത്തണം, മാഡം പഞ്ച്വാലിറ്റിയുടെ കാര്യത്തിൽ സ്ട്രിക്റ്റ് ആണ്, പിന്നെ ലൊക്കേഷൻ ഞാൻ അയച്ചുതരാമെന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു ഓ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. തുടർന്ന് കമലിനോട് പറയുന്നുണ്ട് അനുപല്ലവിയാണ് ഫോൺ വിളിച്ചതെന്ന്, ശാലിനിയുടെ അസിസ്റ്റൻ്റ് എന്ന്, പിന്നെ വിളിക്കാനായിട്ട് പോകണം, ലൊക്കേഷൻ എനിക്ക് അയച്ചു തരാമെന്ന്, എൻ്റെ ഭാര്യ വീടിൻ്റെ ലൊക്കേഷനെ അവൾ എനിക്ക് അയച്ചു തരാമെന്ന്. പിന്നെ വേറൊന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ചിരി വന്നു, മാഡമേ സ്ട്രിക്റ്റ് ആണെന്ന്. അന്നേരം കമലിനും വിഷ്ണു കൂടെ പറഞ്ഞ് ചിരിക്കുകയാണ് ആർത്തുല്ലസിച്ച്. എന്നാലും ആശാൻ പോയി തകർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിഷ്ണുവിൻ്റെ വണ്ടി എടുത്ത് പോകുന്നതൊക്കെ. ഇതേ സമയം അവിടെ ശാരദാമ്മയാണെങ്കിൽ ശാരികയ്ക്ക് മധുരമൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ വീട് നിനക്കൊരു ഐശ്വര്യമുള്ളത് തന്നെയാണ്, നിനക്ക് പല ഐശ്വര്യങ്ങളും ഇവിടെ വെച്ചല്ലേ സംഭവിച്ചിട്ടുള്ളത്, അതിനുദാഹരണമാണ് ദേ ഈ കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് പിന്നെ രാജീവിനെ പെട്ടെന്ന് അറിയിക്കാം എന്നൊക്കെ പറയുമ്പോൾ ശാലിനി ഒരുങ്ങി റെഡി ഓഫീസിലേക്ക് പോകേണ്ട റെഡിയായി വന്ന് അവിടെ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. ഇത് ആദ്യം അറിയിക്കേണ്ട ഒരാളുണ്ട്, രാജീവ് സാറ് എന്ന് പറയുന്നുണ്ട് ശാലിനി. അന്നേരം രാജീവ് ഇത് അറിയുമ്പോൾ വളരെയധികം സന്തോഷിക്കും എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വിഷ്ണു അവിടെ ആ വണ്ടിയുമായിട്ട് എത്തുന്നുണ്ട്. യൂണിഫോമിലൊക്കെയാണ് വിഷ്ണു വരുന്നത്. എന്നിട്ട് വിഷ്ണു ആണെങ്കിൽ വന്നിരുന്നിട്ട് നീട്ടി ഹോൺ അടിക്കുകയാണ്. അന്നേരം ശാലിനി എല്ലാവരും കൂടി ഇങ്ങനെ പുറത്തേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അത്രയും എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ വീണ്ടും ഇങ്ങനെ നീട്ടി ഹോൺ അടിക്കുമ്പോൾ ശാലിനി ഇറങ്ങി വരും. അന്നേരം വിഷ്ണു വണ്ടിയിൽ നിന്ന് ഇറങ്ങില്ല, വിഷ്ണു ആദ്യം അതിനകത്ത് ഇരിക്കത്തേ ഉള്ളൂ. അന്നേരം പിന്നീട് വിഷ്ണു ഇറങ്ങി ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കും. അപ്പോൾ ശാലിനിക്ക് ഡോറും തുറന്നു കൊടുക്കില്ല ആദ്യം. അന്നേരം ഹലോ എന്നിങ്ങനെ ശാലിനി വിളിക്കും. അപ്പോൾ വിഷ്ണു ഇങ്ങനെ തിരിയും. അന്നേരമാണ് അത് വിഷ്ണു ആണ് എന്നുള്ളത് ശാലിനി കാണുന്നതും. പിന്നീട് പുതിയ അപ്പോയിൻമെൻ്റ് ആണ് എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുന്ന ആ സീനൊക്കെ അടുത്ത എപ്പിസോഡിലാണ്. തുടർന്ന് പോവാം മാഡം എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. ശാലിനിക്കാകെ സന്തോഷമൊക്കെ ആവും, വിഷ്ണുവാണ് തൻ്റെ സാരഥി എന്നറിയുമ്പോൾ. പിന്നീട് കളക്ട്രേറ്റിൽ വിഷ്ണു ചെന്നിട്ട് ശാലിനിക്ക് ഡോറ് തുറന്ന് കൊടുക്കുമ്പോഴാണ് അനുപല്ലവി ഇങ്ങനെ അന്തിച്ച് നോക്കുന്ന സീനുകളൊക്കെ. അതൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ. പിന്നീടാണ് രാഘവൻ നായർ സത്യയെ തിരിച്ചറിയുന്നതൊക്കെ. വിഷ്ണു ആണെങ്കിൽ വൈകുന്നേരം വിളിക്കാൻ ചെല്ലില്ല, സത്യയാണ് ചെല്ലുന്നത്. സത്യയെ വിളിക്കാനായിട്ട് കമലിനാണ് ചെല്ലുന്നത്. അന്നേരം ഫോൺ വിളിക്കുമെന്ന് തോന്നുന്നു. അന്നേരം വിഷ്ണു പറയുന്നതാണെന്ന് തോന്നുന്നു രാഘവൻ നായർ കേൾക്കുന്നത്. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.